നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വിശകലനമല്ല. അതായത് ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്നതിലല്ല നമ്മുടെ ശ്രദ്ധ. മറിച്ച് ഇതൊരു ഭരണനിർമ്മാണ പ്രക്രിയയാണ്. കേരളത്തിലെ 83-ാം നമ്പർ മണ്ഡലമായ തൃക്കാക്കരയിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, അതിനുവേണ്ടിയൊരു കൃത്യമായ സംവിധാനം എങ്ങനെ രൂപകൽപ്പന ചെയ്യാം, ഇതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓർക്കുക, തിരഞ്ഞെടുപ്പുകൾ കേവലം ജയപരാജയങ്ങളുടെ കണക്കെടുപ്പല്ല. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണാനുമുള്ള വലിയൊരു അവസരമാണ് ഓരോ തിരഞ്ഞെടുപ്പും. തൃക്കാക്കരയെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്കാദ്യം ഈ നാടിനെ അറിയണം. എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഈ മണ്ഡലം. ഒരു വശത്ത് കായലിന്റെ ശാന്തത, മറുവശത്ത് അനുദിനം വളരുന്ന നഗരത്തിന്റെ തിരക്ക്. ഇതൊരു തീരദേശ നഗരപ്രദേശമാണ്. ഇവിടെയുള്ളവർക്ക് വലിയ അഭിലാഷങ്ങളുണ്ട്. ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയുമൊക്കെ യുവതലമുറയ്ക്ക് വലിയ സ്വപ്നങ്ങളാണ് നൽകുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ മണ്ണിൽ ചില സംഘർഷങ്ങളുമുണ്ട്. ആധുനികതയുടെ ഈ കേന്ദ്രത്തിൽ സാധാരണക്കാരായ മനുഷ്യർ ഓരോ ദിവസവും അനുഭവിക്കുന്ന ചില വേദനകളുമുണ്ട്. ഈ പ്രതീക്ഷകളും വേദനകളും ചേർന്നതാണ് തൃക്കാക്കരയുടെ യഥാർത്ഥ ചിത്രം. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ എല്ലാം അടിസ്ഥാന തത്വം ഇതാണ്. തെരഞ്ഞെടുപ്പുകളിൽ ആരും ജയിക്കുന്നില്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വോട്ടുകൾ നേടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ജനങ്ങളുടെ വിശ്വാസം നേടുന്നത്. ഓരോ റോഡ് നന്നാക്കുമ്പോഴും, ഓരോ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം എത്തുമ്പോഴും, ഓരോ ചെറുപ്പക്കാരനും ഒരു ജോലി കിട്ടുമ്പോഴും നമ്മൾ നേടുന്നത് വോട്ടല്ല, വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഒരു നേതാവിന്റെ യഥാർത്ഥ വിജയം. അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കാൾ വ്യവസ്ഥാപരമായ പരിഹാരങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. അപ്പോ നമ്മുടെ ഈ വിശകലനം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തൃക്കാക്കര എന്ന നാടിന്റെ അടിസ്ഥാന സ്വഭാവം പഠിക്കും. അവിടുത്തെ മണ്ണും മനുഷ്യരും എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. പിന്നീട് ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തും. അതിനുശേഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിലയിരുത്തും. തുടർന്ന് വോട്ടർമാരുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കും. ഈ പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു വ്യക്തമായ ഭരണരൂപരേഖ തയ്യാറാക്കും. അവസാനം ആ രൂപരേഖ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് ആഴങ്ങളിലേക്ക് പോകാം. ഒരു മണ്ഡലത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങളെയും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളെയും കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. എന്താണ് ശരിക്കും അവരുടെ പ്രതീക്ഷകൾ? എന്താണ് രാത്രിയിൽ അവരെ ഉറങ്ങാൻ സമ്മതിക്കാത്ത പ്രശ്നങ്ങൾ? ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ കഥ പൂർണ്ണമാകില്ല. എറണാകുളം ജില്ലയിൽ ഏകദേശം 46% ഹിന്ദുക്കളും 38% ക്രിസ്ത്യാനികളും 16% മുസ്ലിങ്ങളുമാണുള്ളത്. തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ലത്തീൻ, സൈറോ മലബാർ സഭകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ഈഴവ, നായർ, പട്ടികജാതി വിഭാഗങ്ങളും രാഷ്ട്രീയപരമായി വളരെ നിർണായകമാണ്. പക്ഷെ നമ്മളിവരെ കേവലം വോട്ട് ബാങ്കുകളായി കാണരുത്. ഇവരൊക്കെ തലമുറകളായി ഇവിടെ ജീവിക്കുന്ന, പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളുള്ള സാമൂഹിക ശൃംഖലകളാണ്. അവരുടെ കൂട്ടായ തീരുമാനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ മാറ്റാൻ കഴിവുള്ളവയാണ്. ഇവിടെയാണ് തൃക്കാക്കര നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഒരു വശത്ത് ഇൻഫോ പാർക്കിന്റെയും സ്മാർട്ട് സിറ്റിയുടെയും തിളക്കം, ഉയർന്ന ശമ്പളമുള്ള ജോലികളുടെ ഒരു ലോകം. എന്നാൽ മറുവശത്ത് ഗൾഫിൽ നിന്നും മറ്റും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ. അവരുടെ കയ്യിലുള്ള തൊഴിൽ പരിചയവും ഇവിടെ ലഭ്യമായ ജോലികളും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ അന്തരം ഒരു വലിയ വിഭാഗം ജനങ്ങളെ കടുത്ത നിരാശയിലേക്കാണ് തള്ളിവിടുന്നത്. അവരുടെ അഭിലാഷങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു വിടവ് രൂപപ്പെടുന്നു. സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. പെട്രോളിനും പലചരക്കിനും വില കൂടുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്നു. നഗരം വളരുന്നതിനനുസരിച്ച് പ്രാന്തപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുന്നു. ഇത് അവരുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയാവുകയാണ്. ഇതിനെല്ലാം പുറമേ നമ്മൾ പുതിയൊരു പ്രതിഭാസം കൂടി കാണുന്നുണ്ട്. അതിനെ ക്ഷേമപദ്ധതികളോടുള്ള മടുപ്പ് എന്ന് വിളിക്കാം. സൗജന്യങ്ങളും ക്ഷേമപദ്ധതികളും മാത്രം പോരാ. ഞങ്ങൾക്ക് വേണ്ടത് നല്ല റോഡാണ്, മുടങ്ങാതെ കിട്ടുന്ന വെള്ളമാണ്, ഞങ്ങളുടെ മക്കൾക്ക് നല്ല ജോലിയാണ് എന്ന് ജനം തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, വ്യക്തമായ ഫലങ്ങളാണ്. ഇനി നമുക്ക് ജനങ്ങളുടെ ഈ വേദനകൾ എവിടെയാണ് ഏറ്റവും കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. എവിടെയാണ് ഭരണസംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്? സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകലം എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്? ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായ പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയൂ.
ഓർക്കുക, നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ആ അടിസ്ഥാന അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്? തൃക്കാക്കരയിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റോഡ്, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുമ്പോൾ നമ്മൾ എവിടെയാണ് പിന്നോട്ടു പോകുന്നത്? ഉദാഹരണത്തിന് കാക്കനാട്, ചിറ്റേത്തുകര പോലുള്ള പ്രദേശങ്ങൾ. മണ്ഡലത്തിലെ ഉയർന്ന സ്ഥലങ്ങളാണിവ. ഇവിടെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. ഇതിന്റെ പ്രധാന കാരണം ദശാബ്ദങ്ങൾ പഴക്കമുള്ള തുരുമ്പിച്ച പൈപ്പ് ലൈനുകളാണ്. ഇതൊരു സാധാരണ പ്രശ്നമല്ല. അവിടുത്തെ താമസക്കാർക്ക് ഇതൊരു ദിവസേനയുള്ള പ്രതിസന്ധിയാണ്. എല്ലാ ദിവസവും വെള്ളത്തിനായി കാത്തിരിക്കേണ്ടിവരുന്ന അമ്മമാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ശുദ്ധജലം എന്നത് ഒരു ഔദാര്യമല്ല, അത് ഓരോ പൗരന്റെയും മൗലികാവകാശമാണ്. മറ്റൊരുദാഹരണം നോക്കാം. പോണേക്കര പാലാരിവട്ടം റോഡ്. കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഈ റോഡിലെ ഭീകരമായ ഗതാഗതക്കുരുക്കും വലിയ കുഴികളും കാരണം ആംബുലൻസുകൾക്ക് പോലും സമയത്തിന് ആശുപത്രിയിൽ എത്താൻ കഴിയുന്നില്ല. ഇതൊരു വെറും യാത്രാപ്രശ്നമല്ല, ഇത് ജീവനും മരണത്തിനും ഇടയിലുള്ളൊരു പ്രശ്നമാണ്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട വിലപ്പെട്ട നിമിഷങ്ങളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഈ കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് 75.6% ആളുകൾ വോട്ട് ചെയ്തപ്പോൾ തൊട്ടടുത്ത വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പില് അത് 68.75% കുറഞ്ഞു. അതായത് ഏകദേശം 7% ഇടിവ്. ഇത് ജനങ്ങളുടെ അലസതയായി കാണരുത്. ഇതൊരു നിശബ്ദ പ്രതിഷേധമാണ്. നിലവിലെ രാഷ്ട്രീയത്തോടും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതിനോടുമുള്ള ഒരു ശക്തമായ പ്രതികരണമാണിത്. വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ജനം തെരഞ്ഞെടുപ്പിൽ നിന്നും മുഖം തിരിക്കുന്നത്. ശരി, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വരാം. കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിലെ ജനവിധിയെ നമുക്കൊന്ന് അപഗ്രഥിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഫലം വന്നത്? അതിനെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു ജനവിധിയെ ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത ചുവടുവെപ്പുകൾ നമുക്ക് കൃത്യമാക്കാൻ സാധിക്കൂ. 20,516. ഇതൊരു ചെറിയ സംഖ്യയല്ല. തൃക്കാക്കരയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നാണിത്. ഈ വലിയ വിജയത്തിനു പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അത് കേവലം ഒരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ മാത്രം വിജയമായി കാണാൻ കഴിയില്ല. സഹതാപ തരംഗം തീർച്ചയായും ഒരു പ്രധാന ഘടകമായിരുന്നു. എന്നാൽ അതിനുമുപ്പുറം മറ്റു ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി ഈ ജനവിധിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. നമുക്ക് നിലവിലെ സാഹചര്യത്തെ ഒരു സ്വാട്ട് വിശകലനത്തിലൂടെ നോക്കാം. സിറ്റിംഗ് എംഎൽഎയുടെ ഏറ്റവും വലിയ ശക്തിയെന്നത് തൃക്കാക്കര യുഡിഎഫിന്റെ ഒരു പരമ്പരാഗത കോട്ടയാണെന്നതും പി.ടി. തോമസിന്റെ പാരമ്പര്യവുമാണ്. എന്നാൽ ദൗർബല്യം ഒരു പുതിയ നിയമസഭാംഗം എന്ന നിലയിൽ ഭരണപരിചയക്കുറവും കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതുമാണ്. സഹതാപ ഘടകം അവർക്ക് കിട്ടിയ ഒരു വലിയ അവസരമായിരുന്നു. അതേസമയം എൽ.ഡി.എഫിന്റെ താഴെത്തട്ടിൽ വരെ സ്വാധീനമുള്ള ശക്തമായ പ്രചാരണ സംവിധാനവും ബി.ജെ.പിയുടെ ധ്രുവീകരണ ശ്രമങ്ങളും വലിയ ഭീഷണികളായി മുന്നിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തൃക്കാക്കരയിൽ നടന്നത് 3 വ്യത്യസ്ത സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. ഒന്ന്, യുഡിഎഫിന്റെ പാരമ്പര്യത്തിലും വ്യക്തിപരമായ ബന്ധങ്ങളിലും ഊന്നിയ സംവിധാനം. 2, എൽ.ഡി.എഫിന്റെ കേഡർ സ്വഭാവമുള്ള സംഘടനാശേഷിയിൽ വിശ്വസിക്കുന്ന സംവിധാനം. 3, ചില പ്രത്യേക സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബി.ജെ.പിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ആഖ്യാനങ്ങൾ. ഈ 3 ശക്തികളിൽ ഏതിനാണ് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നതാണ് ഓരോ തിരഞ്ഞെടുപ്പിലും നിർണായകമായി മാറുന്നത്. നമുക്കിനി വോട്ടർമാർക്കിടയിലെ വളരെ സൂക്ഷ്മമായ മാറ്റങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. കാരണം പരമ്പരാഗതമായ രാഷ്ട്രീയ കൂറുകൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സമവാക്യങ്ങൾ വെച്ച് പുതിയ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാൻ സാധിക്കില്ല. പുതിയ ശബ്ദങ്ങളെയും ജനങ്ങളുടെ മാറുന്ന ചിന്തകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വോട്ടർമാർക്കിടയിലുള്ള മാറ്റങ്ങൾ വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന്, ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ മുൻപത്തെ പോലെ ഒരു മുന്നണിക്ക് മാത്രമായി ലഭിക്കുന്നില്ല. അവിടെ ചില മാറ്റങ്ങൾ ദൃശ്യമാണ്. ലാറ്റിൻ കത്തോലിക്കർ പോലുള്ള ഉപവിഭാഗങ്ങൾക്കിടയിൽ ചില അസംതൃപ്തികളുണ്ട്. അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ മാറി നിന്നൊരു വലിയ വിഭാഗമുണ്ട്. അവരിൽ എൽ.ഡി.എഫിനോട് ആഭിമുഖ്യമുള്ളവരും മിതവാദികളായ ക്രിസ്ത്യാനികളുമുണ്ട്. ഇവരെ നമുക്ക് തിരിച്ചുപിടിക്കാവുന്ന വോട്ടർമാരെന്ന് വിളിക്കാം. ഇവരെ കൂടാതെ ഒരു പാർട്ടിയോടും വലിയ കൂറില്ലാത്ത, പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുന്ന ഒരുപാട് യുവാക്കളും കന്നി വോട്ടർമാരുമുണ്ട്. ഇവരുടെ തീരുമാനം അന്തിമഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അത് വിശകലനം ചെയ്യുകയുമായിരുന്നു.
രോഗനിർണയം പൂർത്തിയായി. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക്, അതായത് ചികിത്സയിലേക്ക് കടക്കാം. എങ്ങനെ തൃക്കാക്കരയ്ക്കു വേണ്ടി ഫലപ്രദമായ ഒരു ഭരണമാതൃക രൂപകൽപ്പന ചെയ്യാം? കാരണം പ്രശ്നങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരല്ലോ, അവയ്ക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ കൂടി വേണം. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രത്തിന് ചതുർമുഖ സിദ്ധാന്തം എന്നാണ് പേര്. ഇത് കേവലമൊരു ആശയവിനിമയ തന്ത്രമല്ല, ഒരു ഭരണതത്വം കൂടിയാണ്. ഇതിന് 4 മുഖങ്ങളുണ്ട്. 1. ശിവന്റെ മുഖം, ആക്രമണം. അതായത് കുടിവെള്ള പ്രശ്നം, റോഡുകളുടെ അവസ്ഥ തുടങ്ങിയ വ്യവസ്ഥിതിയുടെ പരാജയങ്ങളെ ശക്തമായി ചോദ്യം ചെയ്യുക. 2. വിഷ്ണുവിന്റെ മുഖം, സ്ഥിരത. വികസനത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുക. 3. ബ്രഹ്മാവിന്റെ മുഖം, നൂതനാശയം. പരാതി പരിഹാരത്തിനും യുവാക്കളുമായി ബന്ധപ്പെടാനും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. 4. ദുർഗയുടെ മുഖം, സംരക്ഷണം. സമൂഹത്തിലെ ദുർബലരായ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷയുടെ ഒരു കവചമൊരുക്കുക. ഈ 4 ഭാവങ്ങളും ചേരുമ്പോഴാണ് ഒരു ഭരണാധികാരി പൂർണ്ണനാകുന്നത്. ഈ തന്ത്രം നടപ്പിലാക്കാൻ നമുക്ക് പെട്ടെന്ന് ഫലം കാണുന്ന 3 പദ്ധതികൾ വേണം. നമ്മൾ അതിനെ ആക്സലറേറ്ററുകൾ എന്ന് വിളിക്കുന്നു. ആദ്യത്തേത് കാക്കനാട്ടെ KWA ജലശുദ്ധീകരണ പ്ലാന്റ് പൂർത്തിയാക്കുക എന്നതാണ്. ഇത് മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം നൽകും. 24 മണിക്കൂറും ജലവിതരണം ഉറപ്പാക്കുന്നതിലൂടെ ജനങ്ങളുടെ വിശ്വാസം വളരെ വേഗത്തിൽ നമുക്ക് നേടിയെടുക്കാനാകും. രണ്ടാമത്തെ ആക്സിലറേറ്റർ ആയിരക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ഒന്നാണ്. നഗരത്തിലെ പ്രധാന റോഡുകളിലെ കുഴികളടയ്ക്കാൻ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുക. ഇത് ഗതാഗതക്കുരുക്ക് കുറയ്ക്കും, അപകടങ്ങൾ ഒഴിവാക്കും. ഏറ്റവും പ്രധാനമായി, സർക്കാർ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കും. മൂന്നാമത്തെ ആക്സിലറേറ്റർ ഭാവിയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഒരു നൈപുണ്യ വികസന കേന്ദ്രം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത തൊഴിലില്ലായ്മ എന്ന വലിയ പ്രശ്നത്തിനുള്ള നേരിട്ടുള്ള ഒരു പരിഹാരമാണിത്. യുവാക്കൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കും പുതിയ കാലഘട്ടത്തിന് ആവശ്യമായ കഴിവുകൾ നൽകുക. ഇത് അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. അത് മണ്ഡലത്തിന്റെ വളർച്ചയ്ക്കും കാരണമാകും. ഒരു നല്ല രൂപരേഖ തയ്യാറാക്കിയാൽ മാത്രം പോരല്ലോ, അതെങ്ങനെ താഴെത്തട്ടിൽ നടപ്പിലാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. തന്ത്രങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന, ജനങ്ങളുടെ വിശ്വാസം കെട്ടിപ്പടുക്കുന്ന ഒരു കർമ്മപദ്ധതിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഏതൊരു പദ്ധതിയുടെയും വിജയം നിർണയിക്കുന്നത് താഴെത്തട്ടിലെ പ്രവർത്തനമാണ്. ഓരോ ബൂത്തിലും ദിവസവും യോഗങ്ങൾ ചേരണം. ഓരോ വീട്ടിലും ചെന്ന് അവരുടെ പരാതികൾ നേരിട്ട് കേൾക്കണം, അത് രേഖപ്പെടുത്തണം. ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റാ സംരക്ഷണ നിയമപ്രകാരം ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ പൂർണ്ണമായ അനുവാദത്തോടെ മാത്രമേ ശേഖരിക്കാവൂ. അത് എന്തിനുപയോഗിക്കുന്നു എന്ന് അവരെ വ്യക്തമായി അറിയിക്കുകയും വേണം. കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാതിരുന്ന ആ 7% ആളുകളെ കണ്ടെത്തി അവരുമായി സംസാരിക്കണം. അവരുടെ ശബ്ദത്തിന് വിലയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെയാണ്. ഡേറ്റയെയും കാര്യക്ഷമമായ സേവന വിതരണത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ഭരണ സംവിധാനത്തിന് പരമ്പരാഗത രാഷ്ട്രീയത്തെയും വ്യക്തിപരമായ കൂറിനെയും മറികടന്ന് ജനങ്ങളുടെ വിശ്വാസം ആഴത്തിൽ നേടാനാകുമോ? ഇതിനുത്തരം നൽകേണ്ടത് തൃക്കാക്കരയിലെ ജനങ്ങളാണ്. അവരുടെ തീരുമാനം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവിയെ നിർണയിച്ചേക്കാം. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 08042041602. Purpose Beyond Politics.